ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शिविशाखान्वितंश्च हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्धराधा नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर् यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्ण भक्तरूपा स्वरूपकं भक्ताख्यं नमामि भक्त शक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। ചൈതന്യ ചരിതാമൃത മധ്യലീല 9-ാമത്തെ അധ്യായം 103-ാമത്തെ ശ്ലോകം മുതൽക്ക് അല്ലെ? ഹരേ കൃഷ്ണ. അതെ പ്രഭു. ബലി സേ വിപ്രേ കൈതാലിംഗനാം പ്രഭു പദധാരി വിപ്ര കരേ നരോഡന. After saying this, Lord Chaitanya Mahaprabhu embraced the Brahmana, and the Brahmana, catching the lotus feet of the Lord, began to cry. അപ്പോൾ ബ്രാഹ്മണൻ ശരിക്കും ഭഗവത്ഗീത വായിക്കാൻ അറിയാത്തൊരു ബ്രാഹ്മണൻ ആ ഭാവത്തോട് അത് എന്തിനാണ് വായിച്ച് വിഷമിക്കുന്നത്, എന്താണ് ആനന്ദിക്കുന്നത്, ആ സന്തോഷാശ്രു എല്ലാം കൂടി കണ്ടപ്പോ ഒരു ചൈതന്യ മഹാപ്രഭുവിനെ തോന്നി ഇദ്ദേഹമാണ് ശരിക്കും ഭഗവത്ഗീതയുടെ ആ സത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പോ ആ ബ്രാഹ്മണനെയാണ് ബാക്കി എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ശരിക്കും എഴുത്തുമാതിനെ അറിയില്ല, ശരിക്കും പ്രൊണൗൺ ചെയ്യുന്നില്ല, ശരിക്കും ഉച്ചരിക്കുന്നില്ല, എന്നിട്ടാണോ ഇദ്ദേഹം അഭിനയിക്കുകയാണോ എന്നുള്ള അതില് മറ്റുള്ള ബ്രാഹ്മണന്മാരെല്ലാം പരിഹസിക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭു മനസ്സിലായി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് അതായത് അങ്ങാണ് ശരിക്കും ഭഗവത്ഗീതയെ ഉൾക്കൊണ്ടിട്ടുള്ള, ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ആ ബ്രാഹ്മണനെ ആലിംഗനം ചെയ്തു. ബ്രാഹ്മണൻ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ച് കരയാൻ തുടങ്ങി. രോദനം. സോമാദേക്കിതഹൈതേ ദ്വിഗുണസ് സുഖഹയാം ശേ കൃഷ്ണ തുമി ഹേന മോര മനേലയാ. ദ്വിഗുണ സുഖഹയാ സേ കൃഷ്ണ തുമി ഹേന മോര മനേലയാ. The Brahmana said, upon seeing you, my happiness is doubled. I take it that you are the same Lord Krishna. ബ്രാഹ്മണൻ എന്താ പറഞ്ഞത്? അങ്ങയെ കണ്ടപ്പോ എന്റെ സന്തോഷം ഇരട്ടിച്ചു. അങ്ങയെ കാണുമ്പോൾ ഞാൻ ഭഗവാൻ കൃഷ്ണനെ കാണുന്നുവെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ കാണുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അല്ലെ. കൃഷ്ണ സ്ഫൂർത്തിയെ താൻ മനഹനാച്ചേ നിർമ്മല
अतएव प्रभुरतत्वा जानीला सकला. कृष्णात्पुत्ये तांड्रमना खानाचे निर्मला अत एव प्रभुरा तत्वा जानिला सकला. The mind of the Brahmana was purified by the revelation of Lord Krishna, and therefore he could understand the truth of Sri Chaitanya Mahaprabhu. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കുക? ഭഗവാൻ തന്നെ കരുണ കൊടുക്കണം, അല്ലാത്തവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. സ്ഫുരതി സ്വയം ഏവ സ്ഫുരതി. അത ഏതാണ് ആ ശ്ലോകം? സ്ഫുരതി പറഞ്ഞാൽ റിവിലേഷൻ. നമുക്ക് അത ശ്രീകൃഷ്ണ നാമാധി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവൻ മുഖാഹി ജീവാദോ സ്വയം ഏവ സ്ഫുരതി. അപ്പൊ ഭഗവാനെ മേടിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ റിവലേഷൻ, ആ അറിവ് കിട്ടുള്ളൂ. ഭഗവാൻ ആഗ്രഹിക്കണം. ഭഗവാൻ ദുര്യോധനന്റെ മുമ്പിലുണ്ടായിരുന്നു, പാണ്ഡവന്മാരുടെ മുമ്പിലുണ്ടായിരുന്നു. ദുര്യോധനന് മനസ്സിലായില്ല, ശിശുപാലന് മനസ്സിലായില്ല, അല്ലെ? പക്ഷെ പാണ്ഡവന്മാർക്ക് മനസ്സിലായി. അപ്പൊ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപ ഉണ്ടായിരിക്കണം. സ്വന്തം കഴിവില് ഞാനത് ഭഗവാനെ, നമ്മൾ ലോജിക് അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഞാൻ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന്റെ കരുണ, ഭഗവാന്റെ അനുകമ്പ, മേഴ്സി എന്നുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇതാണ് ഇവിടെ പറയുന്നത്. ദ മൈൻഡ് ഓഫ് ദ ബ്രാഹ്മണ വാസ് പ്യൂരിഫൈഡ്. അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഇപ്പൊ ഭഗവാന്റെ ലീലകളെ ചർച്ച ചെയ്യുന്നു, ഭഗവാന്റെ ഭാഗവതം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്നു. എന്നാണ് നമ്മളുടെ പ്യൂരിഫിക്കേഷൻ കൂടി വേണ്ട. നമ്മൾ വൈഷ്ണവന്മാരെ ഗ്ലോറിഫൈ ചെയ്യാനും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനും അതിനുപരി നമ്മളുടെ സ്വന്തം മനസ്സിലെ ആ കൽമശങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ശുദ്ധീകരണം നടക്കണം. നമ്മുടെ എപ്പോഴാണോ ശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പോഴേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ കൃപാ കടാക്ഷം നമുക്ക് വേണം. അപ്പൊ ഭഗവാൻ ആ ബ്രാഹ്മണന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു. എന്നിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണനാണ്. And therefore he could understand the truth of Sri Chaitanya Mahaprabhu in all details. അപ്പൊ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കണം എന്ന് ഭഗവാൻ അറിയാം, അത്രത്തോളം ഭഗവാൻ അത് മനസ്സിലാക്കി തരും. ഓരോരുത്തർക്കും ഓരോ യോഗ്യത ഉണ്ടല്ലോ, ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് റിവീൽ ചെയ്യാണ്, വെളിപ്പെടുത്തി കൊടുക്കും. ताबे महाप्रभु तांड्रे करैला शिक्षण ये बात कहा न करिह प्रकाशना. വായിക്കുന്നില്ല ആരും? ഞാൻ വായിച്ചു പ്രഭു. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ പ്രഭു? കേട്ടില്ല. ताबे महाप्रभु तांड्रे कराइला शिक्षण यही बात कहा ना करिहा प्रकाशना. Very good. കേട്ടു. Sri Chaitanya Mahaprabhu then taught the Brahmana very thoroughly and requested him not to disclose the fact that he was Lord Krishna himself. Okay. ഭഗവാൻ എന്നാണ് പറഞ്ഞത്, ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ആരാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു, അല്ലേ? റിവീൽ ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, താൻ കൃഷ്ണനാണെന്ന് മറ്റാരോടും പറഞ്ഞു കൊടുക്കരുത്, അത് റിവീൽ ചെയ്യരുത്, ഇത് വെളിപ്പെടുത്തരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭു then taught the Brahmana very thoroughly and requested him not to disclose the fact that he was Lord Krishna. കുട്ടിക്കാലത്ത് ചൈതന്യ മഹാപ്രഭു വേറൊരു ബ്രാഹ്മണനോട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്റെ ശരിക്കുള്ള രൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു വേറെ ആരോടും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടാണ്? ഒരു ബ്രാഹ്മണനോട്. കുട്ടിക്കാലത്ത് ബാല്യലീലയില്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സാർവഭൗമ ഭട്ടാചാര്യരുടെ അടുത്താണോ പ്രഭു? അല്ല 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 അല്ല, കുട്ടിക്കാലത്തെ ലീലയാണ്. സാർവഭൗമ പ്രസാദം ആരാന്നോർമ്മല്ലേ പ്രഭുജി? ഭഗവാൻ പ്രസാദ്, അതായത് ഒരു ബ്രാഹ്മണൻ വീട്ടിൽ വന്നു, അല്ലേ? സച്ചി മാധവ് ജഗന്നാഥ് മിശ്രയും പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി, ഭോഗം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ധാന്യങ്ങളും കൊടുത്തു ഉണ്ടാക്കി. അത് നിമായി ചെന്ന് കഴിച്ചു ഭോഗം ഓഫർ ചെയ്യുന്നത്.
പിന്നെ വീണ്ടും അദ്ദേഹത്തിന് അയ്യോ ഇനി ഉണ്ടാക്കണ്ടേ, നീമായി അതിനെ ജൂട്ടയാക്കിയാലോ. വീണ്ടും കൊടുത്തു. ക്ഷമ യാചിച്ചിട്ട് വീണ്ടും പറഞ്ഞു ജഗന്നാഥ് മിശ്രയും സച്ചി മാതയും, സോറി, ഞങ്ങൾ ഇനി കുട്ടിയെ നോക്കിക്കൊള്ളാം, നിങ്ങൾ വീണ്ടും ഉണ്ടാക്കൂ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം സ്വയം ചൈതന്യ മഹാപ്രഭു നിമായി ഭഗവാന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് അയ്യോ ഇത്രയും നേരം 2 പ്രാവശ്യം ഭഗവാൻ സ്വയമായിരുന്നല്ലോ, എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇതാരോടും പറഞ്ഞു കൊടുക്കരുത് അല്ലേ. അങ്ങനെ പല തവണയും ഭഗവാൻ രൂപം തൻ്റെ ഡിവോട്ടീസിന്, തൻ്റെ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. കാരണം എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കരുത്? കാരണം ഭഗവാന്റെ ഈ അവതാരം ഛന്നവതാരം, ഹിഡൻ അവതാരമാണ്. ഡിസ്ക്ലോസ് പബ്ലിക്കലി അത് അനൗൺസ് ചെയ്യാത്തൊരു ഇതാണ്. ആർക്കും അറിയില്ല. ശാസ്ത്രത്തില് വളരെ ഓപ്പണായിട്ട് ഇതിനെ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് സീക്രട്ടായിട്ട് വെക്കാൻ വേണ്ടി പറയുന്നത്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടുന്ന സമയത്ത് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. സേ വിപ്ര മഹാപ്രഭുരാ ബടാ ഭക്ത ഹൈല, ചാരി മാസ പ്രഭു സംഘ കാബു ന ചാടില. സേ വിപ്ര മഹാപ്രഭു ഭക്ത ഹൈല, ചാരി മാസ പ്രഭു സംഘം. That Brahmana became a great devotee of Sri Chaitanya Mahaprabhu, and for 4 continuous months he did not give up the Lord's company. 4 മാസം ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗിലുണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ. ഹേ മാതാ ഭട്ടാഗ്രഹേ രഹേ ഗൗരചന്ദ്ര, നിരന്തര ഭട്ടാ സംഗേ കൃഷ്ണ കഥാനന്ദ. हे मट्टा बट्टा करे राहे गौरी चंद्रा, राधा बट्टा संके कृष्णा कथानंदा. Sri Chaitanya Mahaprabhu remained in the house of Venkatapata and constantly talked with him about Lord Krishna. In this way he was very happy. Chaitanya Mahaprabhu എവിടെയാണ് താമസിച്ചിരുന്നപ്പോ? ഈ 4 മാസം ചാതുർമാസ്യം അല്ലെ, വെങ്കടഭട്ടയുടെ വീട്ടില്. അപ്പോ ശ്രീരംഗത്ത് പോയാൽ വെങ്കടഭട്ടയുടെ വീടും കാണാം, അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശ്രീ വിഗ്രഹമൂർത്തിയും കാണാം അല്ലേ. കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ ചൈതന്യ മഹാപ്രഭു ആരാധിച്ചിരുന്ന മൂർത്തികളാ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു പ്രഭു. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇത് കാണാം, അത് ഉണ്ടാക്കിയതാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു കാർവ് ചെയ്ത ജഗന്നാഥ് ബൽദേവ് സൂചരമായി ഉണ്ട് അവിടെ. അവിടെ കാണാൻ പോയി. ജഗന്നാഥും അവിടെ വെച്ചിട്ടാണ് ചെരുപ്പ് പോയത്. ഓക്കെ, അപ്പൊ അവിടെ പിന്നെ വെങ്കടഭട്ടയുടെ വീടും ഉണ്ട്, അതേപോലെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 മാസം അവിടെ താമസിച്ചിരുന്നു. Chaitanya Mahaprabhu remained in the house of Venkatapata, constantly talked with him about Lord Krishna. In this way he was very happy. അവരൊക്കെ എറ്റേണലി ഭഗവാന്റെ പാർഷദന്മാരാണ്, അസോസിയേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ഭഗവാന്റെ പാർഷദമായിട്ട് വരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിക്ക് അങ്ങനെ അതിനുള്ള യോഗ്യത ഉണ്ടാവില്ല. അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള പ്യുവർ ഡിവോട്ടീസിന് മാത്രമേ ഭഗവാന്റെ പാർഷദന്മാരാവാൻ പറ്റുള്ളൂ. ഒന്നുകിൽ മിക്കവാറും അവരെല്ലാം ഏത് കാറ്റഗറിയിലായിരിക്കണം? മുക്താത്മാക്കളായിരിക്കണം. മുക്താത്മാക്കൾക്ക് മാത്രമാണ് ഭഗവാന്റെ ആ ഒരു അസോസിയേഷൻ എപ്പോഴും കിട്ടും. നമ്മൾ ബദ്ധാത്മാക്കള ആൾക്കാർക്ക് കിട്ടില്ല. പിന്നെ ഡെമി ഗോഡ്സിന് കിട്ടും, അവർക്ക് ഇതൊക്കെ അറിയുള്ളൂ. ഡെമി ഗോഡ്സിനും കിട്ടും, അതേപോലെ മുക്താത്മാക്കൾക്കും കിട്ടും. സാധാരണ വ്യക്തികൾക്ക് കണ്ടാലും അവർ ഗൗനിക്കില്ല, അവർക്ക് മനസ്സിലാവൂല. അവരെല്ലാം എന്തൊരു ഐശ്വര്യം. ഓക്കെ, ആ ചൈതന്യ മഹാപ്രഭു കാണും തന്നെ എന്തൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും അവര് ഭഗവാനാണ്, കൃഷ്ണനാണെന്ന് മനസ്സിലാക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവർ നിത്യസേവകന്മാരായിരിക്കണം, എറ്റേണലി. ബർത്ത് ആഫ്റ്റർ ബർത്ത് പറയുന്നില്ലേ. അപ്പൊ എല്ലാ ലീലകളിലും പങ്കെടുക്കുന്ന ഭഗവാന്റെ മുക്താത്മാക്കളോ അല്ലെങ്കിൽ ഭഗവാൻ നിയമിച്ചിട്ടുള്ള ശുദ്ധഭക്തന്മാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ ഡെമിഗോഡ്സ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ പറ്റും. In this way he was very happy. Shri Vaishnava Bhatta Seve Lakshmi Narayana Tandra Bhakti Dekhi Prabhura Tushta Haila Mana. ശ്രീ വൈഷ്ണവ ഭട്ട സേവേ ലക്ഷ്മി നാരായണ താണ്ഡ്ര ഭക്തി ദേഖി പ്രഭുര തുഷ്ടാഹൈലാമന. Being a Vaishnava in the Ramanuja Sampradaya, Venkata Bhatta worshipped the deities of Lakshmi and Narayana.
Seeing his pure devotion, Sri Chaitanya Mahaprabhu was very satisfied. അപ്പൊ രാമാനുജ സമ്പ്രദായത്തിൽ വന്ന ശ്രീ വൈഷ്ണവന്മാരാണ് ഇതെല്ലാം. ഓക്കെ, തിരുപ്പതി, അതുപോലെ ശ്രീരംഗം എന്നീ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ശ്രീ വൈഷ്ണവന്മാരാണ്. അപ്പോൾ ആ ശ്രീ വൈഷ്ണവന്മാരുടെ പ്രൊമിനന്റ് ആചാര്യനാണ് രാമാനുജ. ശ്രീ രാമാനുജ അടിയൻ, അവരെ നമ്മുടെ എന്താ പറയുക, അടിയൻ എന്ന് പറയും, ദാസ്, രാമാനുജദാസ്, രാമാനുജന്റെ ദാസന്മാർ. സോ വെങ്കടഭട്ട വേർഷിപ്പ് ഡേറ്റീസ് അവരാരെയാണ് ആരാധിക്കുന്നത്? ലക്ഷ്മി നാരായണൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശുദ്ധ ഭക്തി കണ്ടിട്ട് വളരെ വളരെ സംതൃപ്തി നേടി ആര്? ചൈതന്യ മഹാപ്രഭു. നിരന്തര തന്ത്ര സംഖ്യേ ഹൈല സഖ്യഭാവ ഹാസ്യ പരിഹാസേ ധുണ്ടേ സഖ്യേര സ്വഭാവ. ನಿರಂತರ ತಂದ್ರ ಸಂಖ್ಯೆ ಹೈಲ ಸಖ್ಯ ಭಾವ ಹಾಸ್ಯ ಪರಿಹಾಸೆ ದುನ್ಹೆ ಸಖ್ಯೇರ ಸಮಭಾವ. Constantly associating with each other, Sri Chaitanya Mahaprabhu and Venkat Bhatta gradually developed a friendly relationship. Indeed, sometimes they laughed and joked together. അപ്പോൾ ആ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് കാരണം അവരെ ഏത് ഭാവത്തിലായിരുന്നു? അന്യോന്യം പെരുമാറിയിരുന്ന സഖ്യഭാവത്തിലായിരുന്നു. അതായത് ഭഗവാൻ അല്ലെങ്കിൽ പരിചാരകൻ, ഭഗവാൻ സേവകൻ എന്നുള്ള ഭാവത്തിലായിരുന്നു, ഒരു സഖ്യഭാവത്തിലായിരുന്നു. അർജുനനും ഭഗവാൻ എങ്ങനെയായിരുന്നു? ആ ഭാവത്തിലായിരുന്നു ഇവിടെ വെങ്കട് ഭട്ടും ചൈതന്യ മഹാപ്രഭു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു. ഇൻഡീഡ് സംടൈംസ് ദേ ലാഫ്ഡ് ആൻഡ് ജോക്ഡ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവിടെ എന്താണ്, എറ്റിക്കേറ്റ്സ് ഉണ്ടാവില്ല. തമാശ പറയും, ചിരിക്കും, കളിക്കും ഒക്കെ, ഒരുമിച്ച് പോവും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഉറങ്ങും. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ദേ ലാഫ്ഡ് ആൻഡ് ജോക്ഡ് ടുഗദർ. प्रभु कहे भट्टा तुम्हारा लक्ष्मी ठाकुरानी कांता वक्षा स्थिता पतिव्रता शिरोमणि. प्रभु का है മ്യൂട്ടായി മതേജി, മ്യൂട്ടാണ്. प्रभु का है बट्टा तोमरा लक्ष्मी ठाकुर रानी खंडा वक्षस्थिता पतिव्रता शिरोमणि. Sri Chaitanya Mahaprabhu told Bhattacharya, "You are worshipable goddess of fortune. Lakshmi always remains in the chest of Narayana, and she is certainly the most chaste woman in the creation." അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഭട്ടാചാര്യോട് പറയുന്നു, അതായത് വെങ്കട് ഭട്ടനോട് പറയുന്നു, അതായത് അങ്ങയുടെ പൂജനീയമായിട്ടുള്ള ആ ലക്ഷ്മിജി എപ്പോഴും നാരായണന്റെ വക്ഷസ്ഥലത്തിലാണ്, അല്ലേ, ഹൃദയത്തിലാണ്. തീർച്ചയായിട്ടും ഈ ക്രിയേഷനിലെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പതിവ്രതായിട്ടുള്ള ഒരു നാരിയാണ് അവര്. हमारा ठाकुरा कृष्णा गोपा गोचारका साध्वी है ना कहना चाहे तानहारा संगमा. हमरा ठाकुर कृष्ण गोपा को चारेगा साध्वी हना कहने चाहे तन्हा संगमा. ചൈതന്യ മഹാപ്രഭു പറയാണ്, അങ്ങയുടെ ലക്ഷ്മിജി നാരായണന്റെ വക്ഷസ്ഥലത്തിരിക്കുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവളുമാണ്, ഏറ്റവും ചേസ്റ്റുമാണ്. പക്ഷെ എൻ്റെ ഠാക്കൂർ, എൻ്റെ വേർഷിപ്പബിൾ ലോർഡ്, ഓക്കെ, എൻ്റെ ഭഗവാൻ ആരാണ്? മൈ ലോർഡ് ഈസ് ലോർഡ് ശ്രീകൃഷ്ണൻ. ആരാണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു. However, my Lord is Lord Sri Krishna, a cowherd boy who is engaged in tending house. ഒരു ഗോപാലകൻ, പശുക്കളെ മേച്ച് നടക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ. Why is that Lakshmi, being such a chaste wife, wants to associate with my Lord? നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വെങ്കട് ഭട്ടന് വയ്ക്കുന്നത്, ആ അത്രയും ചേസ്റ്റ് ആയിട്ടുള്ള പതിവ്രതായിട്ടുള്ള നാരി ലക്ഷ്മിജി ഭഗവാന്റെ നാരായണന്റെ പക്ഷത്തിലാണ് എപ്പോഴും ഉള്ളത്. ആ ലക്ഷ്മിജി എൻ്റെ ഗോപപാലനായിട്ടുള്ള പശുക്കളെ മേയിച്ചെടുക്കുന്ന കൃഷ്ണന്റെ ലീലയിൽ പങ്കെടുക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു പതിവ്രത നാരിക്ക് പറ്റിയതാണോ അത്? വേറൊരു പുരുഷന്റെ കൂടെ പോകാനോ ആഗ്രഹിക്കണോ പറ്റിയതാണോ എന്നുള്ള ചോദ്യമാണ്, ഒരു ചോദ്യചിഹ്നമാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാൻ എന്താ പറയുന്നത്. ഏ ലാഗി സുഖ ബോക്ക ചാടി ചിര കാലാം വ്രത നിയമ കരി തപ കരിലാപാര.
Eilaga sukha bhoga chadi chira kala vrata niyama kari tapa karila apara. So just to associate with Krishna, Lakshmi abandoned all transcendental happiness in Vaikuntha and for a long time accepted vows and regulatory principles and performed unlimited austerities. അപ്പോ ആ ഭഗവാൻ കൃഷ്ണമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മിജി വൈകുണ്ഠത്തിലെ സുഖഭോഗങ്ങളൊക്കെ വിട്ട് ഇവിടെ വൃന്ദാവനത്തിലെ ശ്രീവനത്തില് വന്നിട്ട് വലിയ വലിയ സങ്കല്പങ്ങളൊക്കെ എടുത്ത് റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ചെയ്ത് അവിടെ തപസ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. വൃന്ദാവനത്തില് ഇപ്പോഴും പറയുന്നത് ലക്ഷ്മിജി അവിടെ തപസ് ചെയ്യാണ്. എന്താണ് തപസ് ചെയ്യുന്നത്? ഭഗവാന്റെ രാസലീലയിൽ പങ്കെടുക്കാൻ. അനുവാദമില്ല. ഭഗവാന്റെ രാസലീലയിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു. അപ്പൊ ലക്ഷ്മിജി ഇപ്പോഴും അവിടെ തപസ് ചെയ്യാണെന്ന് പറഞ്ഞു. ശ്രീബൻ വേറെ രണ്ടുപേര് ആഗ്രഹിച്ചു, അവർക്ക് എൻട്രി കിട്ടി. ആരാണത്? ഗോപീശ്വർ മഹാദേവ് ആൻഡ് നാരദിയ ഗോപി അല്ലെ? രണ്ടുപേർക്കും ഗോപി ഭാവം ഗോപി വേഷ് ഇത് രണ്ടും ധരിച്ചപ്പോ അവർക്ക് കിട്ടി. ലക്ഷ്മിജി ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ആ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഒരു പതി ഉണ്ടായിട്ടും ഒരു മാസ്റ്റർ ഉണ്ടായിട്ടും ആ സുഖഭോഗങ്ങളെല്ലാം വിട്ടിട്ട് കൃഷ്ണന്റെ പിന്നാലെ എന്തിനാണ് പോകുന്നത്? എന്തിനാ കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ഇവിടെ തപസ് ചെയ്യുന്നത് ചോദിക്കുന്നു. കശ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ താവാംഗ്രി രേണുസ്പരശാധികാരാം യദ്വാഞ്ചയശ്രീർ ലലനാചരത്തപോ വിഹായ കാമാൻസു ചിരം ധൃതാവൃതാ. വിദ്മഹേ തവാംഗ്രിരേണുസ്പശരോധികാരാം യദ്വാഞ്ചയാ ശ്രീലലനാചരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതവ്രതാം. Chaitanya Mahaprabhu then said, "Oh Lord, we do not know how the serpent Kaliya attained such an opportunity to be touched by the dust of your lotus feet. Even the goddess of fortune, for this end, performed austerities for centuries, giving up all other desires and observing austere vows. Indeed, we do not know how the serpent Kaliya got such an opportunity." Chaitanya Mahaprabhu വെങ്കട് ഭട്ടവനോട് പറഞ്ഞു കൊടുക്കാണ്, ആ കാളിയ നാഗത്തിന് എങ്ങനെ ഈ ഭാഗ്യമുണ്ടായി, അതായത് ഭഗവാന്റെ പാദരേണുള്ളൂ, പാദസ്പർശനത്തിനുള്ള ആ ഭഗവാന്റെ, അതായത് കാളിയുടെ തലയില് ഗുഡ്സില് എങ്ങനെ ഈ ഭാഗ്യം കിട്ടി അത് സ്പർശിക്കാൻ. To be touched by the dust of your lotus feet. Even the goddess of fortune, ലക്ഷ്മിജിക്കും കൂടി അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ലക്ഷ്മിജിക്കും കൂടി അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ലക്ഷ്മിജി ഒരുപാട് ഓസ്റ്ററിറ്റീസ് സെഞ്ചുറീസ് ചെയ്യാണ്. പെർഫോംഡ് ഓസ്റ്ററിറ്റീസ് ഫോർ സെഞ്ചുറീസ്, ഗിവിംഗ് അപ്പ് ഓൾ അതർ ഡിസൈർസ്, എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ്, ആൻഡ് ഒബ്സർവിംഗ് ഓസ്റ്റിയർ വൗസ്, വലിയ തപസ്സാണ് ചെയ്യുന്നത്. Indeed, we do not know how the serpent Kaliya got such a. നമുക്കറിയില്ല എങ്ങനെയാണ് കാളിയ നാഗത്തിന് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയത്. ലക്ഷ്മിജിക്കും കിട്ടാത്ത ആ ഭാഗ്യം എങ്ങനെ കിട്ടിയെന്നാണ്. This verse from Srimad Bhagavatam was spoken by the wives of Kaliya serpent. കാളിയ മർദ്ദനം കഴിഞ്ഞ ശേഷം അവരുടെ പത്നിമാര് ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്തുള്ള ഒരു വേഴ്സാണ്, ശ്ലോകമാണിത്. ഭട്ട കഹേ കൃഷ്ണ നാരായണ ഏകൈ സ്വരൂപ കൃഷ്ണേതേ അധിക ലീല വൈദാഗ്യാദി രൂപ. भट्टा का हे कृष्णा नारायण एक ही स्वरूपा कृष्णा ने ते अतिक लीला वैद्य का यति रूपा. Venkat Bhatta then said, Lord Krishna and Lord Narayana are one and the same, but the pastimes of Krishna are more relishable due to their sportive nature. അപ്പോ വെങ്കട് ഭട്ട് പറഞ്ഞു ചൈതന്യ മഹാപ്രഭുവിന്റെ, അതായത് കൃഷ്ണനും നാരായണനും ഒരേ ആളാണ്, പക്ഷേ ലീലകള് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ആസ്വാദിക്കാൻ പറ്റുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. കാരണം വെച്ചാൽ അത് സ്പോർട്ടീവ് നേച്ചറാണ്. ഓക്കെ, അങ്ങനത്തെ ലീലകളാണ്, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ലീലകളാണെന്ന് പറഞ്ഞു.
താരാസ്പർശേന ഹി യായ പതിവ്രത ധർമ്മ കൗതുകേ ലക്ഷ്മി ചാഹേന കൃഷ്ണേരസംഗമ. താരാസ്പർശേന ഹി യായ പതിവ്രതാ ധർമ്മ കൗതുകേ ലക്ഷ്മി ചാഹേന കൃഷ്ണേരാസംഗമ. Since Krishna and Narayana are the same personality, Lakshmi's association with Krishna does not break her vow of chastity. Okay. അതായത് കൃഷ്ണനും നാരായണനും ഒരേ ആളാവേണ്ടത്. ലക്ഷ്മിജിയുടെ അസോസിയേഷൻ, അത് ആ ലക്ഷ്മിജിയുടെ ആഗ്രഹം, കൃഷ്ണനുമായിട്ടുള്ള സംഘത്തിനുള്ള ആഗ്രഹം അവരുടെ പാതിവ്രത്യത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. Rather, it was in great fun that the goddess of fortune wanted to associate with Lord Krishna. അപ്പോൾ ഗോഡസ് ഓഫ് ഫോർച്യൂൺ ലക്ഷ്മിജി പക്ഷെ ആ കൃഷ്ണനുമായിട്ടുള്ള ആ സംസർഗം വളരെ സന്തോഷത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. This is the answer to Lord Sri Chaitanya Mahaprabhu's question. And from this we can understand that Venkat Bhatta knew the truth. വെങ്കട്ട് ഭട്ടിന് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കൃഷ്ണനും നാരായണനും ഒന്നാണ്, പക്ഷെ എങ്കിലും കൃഷ്ണന്റെ ലീലകള് സുപ്പീരിയർ ആണ്. അതിൽ കിട്ടുന്ന ആനന്ദം നാരായണന്റെ കൂടെ ഇല്ല. രണ്ടുപേരും ഒന്നായതുകൊണ്ട് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് തെറ്റില്ല, പാതവ്രത്യത്തിന് ഭംഗമാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വെങ്കട്ട് ഭട്ടിന് കാര്യങ്ങൾ അറിയാം. He told Sri Chaitanya Mahaprabhu that Narayana is a form of Krishna associated with transcendental opulence. Narayana is a form of Krishna. Krishna is a form of Narayana എന്നല്ല പറഞ്ഞത്. Narayana is a form of Krishna. അപ്പോ കൃഷ്ണ ഈസ് എ ഫോം ഓഫ് നാരായണ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരായിരിക്കും സുപ്പീരിയർ? നാരായണനായിരിക്കും സുപ്പീരിയർ അല്ലെ? ഇവിടെ പറയുന്നത് നാരായണ ഈസ് എ ഫോം ഓഫ് കൃഷ്ണ. അപ്പൊ സുപ്പീരിയർ ആരാണ്? കൃഷ്ണനാണ്. പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം രണ്ടുപേരും തമ്മിലെ? നാരായണൻ ഐശ്വര്യഭാവത്തിലാണ്, തൻ്റെ ഭക്തന്മാരായിട്ട് ആദാൻ പ്രദാനം ചെയ്യുന്നത് ഐശ്വര്യഭാവത്തിലാണ്. കൃഷ്ണൻ ഐശ്വര്യഭാവത്തിലല്ല. കൃഷ്ണനും ഭക്തന്മാരും തമ്മിൽ എങ്ങനെയാണ്? ഐശ്വര്യത്തിൽ ഭഗവാൻ ഇഷ്ടമല്ല. വൃന്ദാവനത്തിലെ ലീലകൾ എന്ന് പറഞ്ഞാൽ പ്രീഡോമിനന്റ് ആയിട്ട് 3 ഭാവത്തിലാണ്. 5 ഭാവമുണ്ട്, പക്ഷെ പ്രീഡോമിനന്റ് ആയിട്ട് കൃഷ്ണൻ ആസ്വദിക്കുന്ന 3 ഭാവം സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം. മറ്റതുണ്ട്, ദാസ്യഭാവവും ശാന്തഭാവം ഒക്കെ ഉണ്ട്. അപ്പൊ ദാസ്യഭാവത്തിന് നമ്മളൊരു ഓപ്പുലന്റ് ആയിട്ട് കാണുന്നു, ഒരു രാജാവിനെ പോലെ അത്രയും ഐശ്വര്യത്തോട് കൂടിയിട്ട് കാണുന്നു. ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള, ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ആസ്വാദനം ഈ 3 ഭാവത്തില്: സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം. അത് വൃന്ദാവനത്തിന് മാത്രമേ കിട്ടുള്ളൂ. വൈകുണ്ഠത്തില് എന്താണ് പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്? ഐശ്വര്യഭാവം. ഭഗവാന്റെ ഐശ്വര്യത്തിൽ. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ആ ഭാവത്തിൽ എത്തണമെങ്കിൽ പ്രഭുപാദ പറയുന്ന പോലെ ആദ്യം ഭഗവാന്റെ മഹത്വം അറിയണം, ഗ്രേറ്റ്നെസ് അറിയണം, ഐശ്വര്യം അറിയണം. എന്നാലേ നമുക്ക് ഭഗവാന്റെ ആ മറ്റ് 3 ഭാവത്തിലേക്കും പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി മാധുര്യഭാവത്തിൽ, സഖ്യം, വാത്സല്യം, മാധുര്യം. അപ്പൊ ഈ 3 ഭാവത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഐശ്വര്യത്തിന് ശരിക്കും ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ചില പ്രഭുപാദ പറയുന്നത് നമ്മള് ഡയറക്റ്റ് 10ാമത്തെ സ്കന്ധം വായിക്കാൻ പാടില്ല. കാരണം ഭഗവാന്റെ 10ാമത്തെ സ്കന്ധം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ ബാല്യകാല ലീലകളാണ്. അപ്പൊ അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, അത് അതിൻ്റെതായിട്ടുള്ള ആ തനിമയിൽ നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് അറിയണം. ഭഗവാന്റെ ഗ്രേറ്റ്നെസ് അറിയാണ്ട് അതിനെ മനസ്സിലാക്കിയാൽ നോക്കിയാൽ അത് നമ്മൾ വളരെ ചീപ്പായിട്ട് മനസ്സിലാക്കും. ഭഗവാനെ സാധാരണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണും. അപ്പൊ അത് ആ ഒരു അപരാധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശിലപ്രഭാത നമ്മളെ വാൺ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ കാൻഡോ മുതൽ 9 കാൻഡോ വരെ വായിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ഈ തത്വങ്ങളും ഗ്രേറ്റ്നെസ്സും മഹത്വവും ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് മനസ്സിലാക്കാനുള്ള യോഗ്യത നമുക്കുള്ളൂ. ഗ്രേറ്റ്നെസ് അറിയണം, എല്ലാവരും നമുക്ക് പോകാൻ. അപ്പൊ ഒരു ചുരുക്കി പറഞ്ഞാൽ അത്രയും ഒരു ശുദ്ധ ഭക്തന് മാത്രമാണ് ഭഗവാന്റെ സഖ്യ, വാത്സല്യ, മാധുര്യ ഭാവത്തില് എൻട്രി ഉള്ളൂ. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ ഗ്രേറ്റ്, പ്രപഞ്ചത്തിന്റെ ക്രിയേറ്ററാണ്, മാസ്റ്ററാണ്, പ്രൊപ്പറേറ്ററാണ്, കൺട്രോളറാണ്, എൻജോയറാണ്, ഇതെല്ലാം അറിയാം. ആ ഒരു തരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിലുപരിയായിട്ട് ഭഗവാനെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ആ ഒരു സംബന്ധജ്ഞാനം വേണമെന്നുണ്ടെങ്കിൽ
ആദ്യം സംബന്ധം ആണല്ലേ, പിന്നെ ആവിധേയം, പിന്നെ പ്രയോജനം. അപ്പൊ ആ സംബന്ധം നടക്കണമെങ്കിൽ നമ്മളുടെ ശുദ്ധീകരണം ആദ്യം നടക്കണം. ഭഗവാനെ പറ്റിയാലാണ്. ഭഗവാന്റെ ഓപ്പുലൻസ്, ഭഗവാന്റെ ഐശ്വര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സംബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അത് ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ നടക്കുള്ളൂ. സോ although Krishna is two armed and Narayana four armed, there is no difference in the person. വൈകുണ്ഠത്തിലെ ഭഗവാന്റെ രൂപം ചതുർഭുജമാണ്. ഗോലോകത്തിലെ ഭഗവാന്റെ രൂപം രണ്ട് കൈയുള്ള കൃഷ്ണ അല്ലെ, ത്രിഭംഗ ലളിത ശ്യാമസുന്ദര ഫോം. They are one and the same. Narayana is as beautiful as Krishna, but Krishna's pastimes are more sportive. അപ്പോൾ നാരായണനും കൃഷ്ണനും തമ്മിലുള്ള ആ സൗന്ദര്യത്തില് ഒരു കോമ്പറ്റീഷനും ഇല്ല, അതൊക്കെ സെയിം ആണ്. പക്ഷെ കൃഷ്ണാസ് പാസ്റ്റൈംസ് ആർ മോർ സ്പോർട്ടീവ്. അത്രയും സ്പോർട്ടീവ് സ്പിരിറ്റുള്ള ലീലകളാണ് ഭഗവാന്റെ അല്ലെ. വളരെ കുസൃതി ആയിട്ടുള്ളത്, കുശുമ്പും കുറച്ച് എൻവിയസ് നേച്ചറും അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീലകളാണ്. അതായത് വൃന്ദാവനത്തിലെ ഗോപികമാര് എപ്പോഴും യശോദമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് പറയും ഭഗവാന്റെ കുസൃതി. എന്നാലോ എത്രത്തോളം പറയുന്ന അത്രത്തോളം അവർക്ക് ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ചെയ്യട്ടെ എന്നാണ് മനസ്സിൽ. അതേ കുസൃതി വീണ്ടും നാളെയും വന്ന് ചെയ്യട്ടെ എന്ന് പരാതി പറയുകയും ചെയ്യും, അത് തന്നെ ആഗ്രഹിക്കുകയും ചെയ്യും വീണ്ടും. അങ്ങനെ ഭഗവാൻ അതിൽ കിട്ടുന്ന ആനന്ദം ഐശ്വര്യഭാവത്തിൽ കിട്ടുന്നില്ല, ഭഗവാനായിട്ട് കാണുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ വ്യത്യാസമാണ് സ്പോർട്ടീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. So it is not that the sportive pastimes of Krishna make him different from Narayana. Lakshmi's desiring to associate with Krishna was perfectly natural. In other words, it is understandable that a chaste woman wants to associate with her husband in all his different dresses. Therefore, one should not criticize Lakshmi for wanting to associate with Krishna. എന്താണ് പ്രഭാത പറയുന്നത്? അത് എല്ലാവർക്കും മനസ്സിലാവുന്ന, അതായത് ഭാര്യയുടെ മുമ്പില് തൻ്റെ ഭർത്താവ് സാധാരണ വേഷത്തിൽ വീട്ടിലിരുന്ന വേഷത്തിൽ വന്നാലേ, ഭർത്താവ് ഒരു പോലീസ് ഓഫീസറാണ്, പോലീസിന്റെ ഡ്രസ്സിൽ വന്നാലും ശരി, അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഡോക്ടറാണ്, ഡോക്ടറുടെ ഡ്രസ്സിൽ വന്നാലും ശരി, ഏത് യൂണിഫോമിന് വന്നാലും ശരി, ഭാര്യയ്ക്ക് ഭർത്താവിന്, അല്ലെങ്കിൽ കറുത്ത കോട്ടൊരു ജഡ്ജിന്റെ വേഷത്തിൽ വന്നാലും ശരി, ഭാര്യയ്ക്ക് ഭർത്താവിന്. അതേപോലെ ഭഗവാനെ സംബന്ധിച്ചോളം, ലക്ഷ്മിജിയെ സംബന്ധിച്ചോളം ഭഗവാൻ ഏത് രൂപത്തിൽ, കൃഷ്ണനോ നാരായണനോ വിഷ്ണുവോ ഏത് രൂപത്തിൽ വന്നാലും തൻ്റെ മാസ്റ്ററാണ് അതിൽ. അപ്പൊ അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. ഡ്രസ്സ് മാറുന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഹോം, വളരെ കാഷ്വൽ ആയിട്ട്. അവിടെ യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷനില്ല, അവിടെ യാതൊരു എറ്റിക്കറ്റ്സിന്റെ ആവശ്യമില്ല. അപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഇടയിലുള്ള ആ സംവാദം വളരെ കാഷ്വൽ ആയിരിക്കും. അവിടെ ഒരു യെസ് സാർ, നോ സാർ അങ്ങനെയൊന്നുമില്ല അല്ലേ. അവിടെ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വർത്തമാനമായിരിക്കും. അതന്നെ അവിടെ വൃന്ദാവനം എന്താണ്, വീടാണ്, മറ്റേത് ഓഫീസാണ്, വൈകുണ്ഠം. അപ്പൊ ഓഫീസിലെ അതേ ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിനെ കാണാൻ പോവാണ്. ഭർത്താവ് സുപ്രീം കോടതിയിലെ ജഡ്ജാണ്. അപ്പൊ ആ ഭാര്യയ്ക്ക് അവിടെ മാനേഴ്സ്, അവിടെ എറ്റിക്കേറ്റ്സ് ഫോളോ ചെയ്യണോ വേണ്ടേ? വീട്ടിലെ പോലെ ചെന്നിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ? അവിടുത്തെ ആ ഒരു ഔചിത്യമുണ്ട്, അതനുസരിച്ചിട്ടില്ല അവിടെ സംസാരിക്കാനും ഇടപഴകാൻ പറ്റും. വീട്ടിലെ പോലെ സംസാരിക്കാൻ പറ്റും. തൻ്റെ ഭർത്താവാണ്, പക്ഷെ വീട്ടിലെങ്ങനെ പെരുമാറുന്നു അതേപോലെ ഇവിടെ പെരുമാറാൻ പറ്റില്ല. അതാണ് ലക്ഷ്മിജി. അപ്പൊ ഇവിടെ ലക്ഷ്മിജിക്ക് ആ ഒരു ആസ്വാദനം വൃന്ദാവനിൽ കിട്ടും, ഇവിടെ അത് കിട്ടില്ല. ആണൊന്നാണ്, അതുകൊണ്ടാണ് ഇവിടെ തപസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ therefore one should not criticize Lakshmi for wanting to associate with Krishna. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലക്ഷ്മിജിയുടെ ആഗ്രഹത്തിന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സിദ്ധാന്തതസ്ത്വ അഭേദേപി ശീർഷകൃഷ്ണാസുരൂപയോ രസേനോത്കൃഷ്യത്തെ കൃഷ്ണ രൂപം ഏഷാ രസസ്ഥിതി.
सिद्धान्तसत्त्व अभेदपि श्रीकृष्णस्वरूपयो रसेनो कृच्छये कृष्ण रूपमेषा रसास्थिति हरे कृष्ण പ്രഭുപാദ പറയുന്നുണ്ട് ബോംബെ is office, okay, Vrindavana is home, and Mayapur is worshipable place. ആരാധന കേന്ദ്രമാണ് പ്രഭുപാദ പറയാനുണ്ട്. ബോംബെ എന്നാണ് പ്രഭുപാദ ഓഫീസാണ്. ജൂ ഇസ് ഓഫീസ്, വൃന്ദാവനം അത് വീട്, ആൻഡ് മായപ്പൂർ ഈസ് ടെമ്പിൾ, വർഷിപ്പബിൾ ടെമ്പിൾ. So Venkatapata continued, according to transcendental realization, there is no difference between the forms of Narayana and Krishna. അപ്പോൾ വെങ്കടപട്ട വീണ്ടും ക്ലാരിഫൈ ചെയ്യാണ്, അതായത് പ്രധാനമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല നാരായണന്റെയും കൃഷ്ണന്റെയും രൂപത്തിൽ. Yet in Krishna there is a special transcendental attraction due to the conjugal mellow. എങ്കിലും കൃഷ്ണന്റെ ആ രൂപത്തില് ഒരു ദിവ്യതലത്തിലുള്ള ഒരു അട്രാക്ഷൻ, ആകർഷണുണ്ട്. കാരണം മാധുര്യരസം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. നാരായണനും ലക്ഷ്മിയായിട്ടുള്ള അതില് മാധുര്യരസം വളരെ കുറവാണ്. ആൻഡ് കോൺസിക്വന്റ്ലി ഹി സർപാസസ് നാരായണൻ. അതുകൊണ്ട് നാരായണനെക്കാട്ടിലും കവിച്ചു വെക്കും കൃഷ്ണൻ. This is the conclusion of transcendental mellows. ഇതാണ് അതിന്റെ പൊരുള എന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് ആര് പറയുന്നു? വെങ്കടപട്ട. This verse quoted by Venkatapata is also found in the Bhakti Rasamrita Sindhu. രൂപ ഗോസ്വാമി തന്റെ നെക്ടർ ഓഫ് ഡിവോഷനിലും ഇതേ വേഴ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയും, കൃഷ്ണ സംഗേ പതിവ്രത ധർമ്മ നാഹേ നാശ അധിക ലാഭേ പായേ അരരസ വിലാസ. कृष्ण संके पतिव्रता धर्माना हि नासा अधिका लाभ पाये आररसा विलासा. The goddess of fortune considered that her vow of chastity would not be damaged by her relationship with the Krishna. Rather, by associating with Krishna, she could enjoy the benefit of the rasa dance. അപ്പോൾ ലക്ഷ്മിജി പറഞ്ഞു, എന്താണ് പറഞ്ഞത്? കൃഷ്ണനായിട്ട് ആ ഒരു സംസർഗം, ഒരു അസോസിയേഷൻ ചെയ്യുകയാണെങ്കിൽ തൻ്റെ പാതിവ്രത്യം നശിക്കുന്നില്ല. അതിലുപരിയായിട്ട് എനിക്ക് രാസലീലയില് പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ എനിക്ക് ആ ഒരു ആനന്ദം കിട്ടും എന്നാണ്. ബെനിഫിറ്റ് ഓഫ് രാസ ഡാൻസ്, എൻജോയ്. വിനോദിനി ലക്ഷ്മീര ഹയ കൃഷ്ണ അഭിലാസ ഇഹാതേ കി ദോഷ കേനേക്കാര പരിഹാസ. विनोदिनी लक्ष्मीराहया कृष्णयाभिलाषा इहाते की दोषा केने कार्या परिहासा. Venkatapata further explained, Mother Lakshmi, the goddess of fortune, is also an enjoyer of transcendental bliss. Therefore, if she wanted to enjoy herself with Krishna, what fault is there? Why are you joking so about this? Venkatapata ചൈതന്യ മഹാപ്രഭുവിനെ ചോദിക്കുകയാണ്, അതായത് ലക്ഷ്മിജി, ഓക്കെ, അങ്ങനെ ആ ട്രാൻസെൻഡന്റൽ ബ്ലിസ്, ഭഗവാൻ എന്താണ്? സച്ചിദാനന്ദം, ആനന്ദത്തിന്റെ മൂർത്തിയാണ്. അപ്പൊ ആ ആനന്ദം രുചിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിജി ആഗ്രഹിച്ചാൽ അതിലെന്താണ് തെറ്റ്? Therefore, if she wanted to enjoy herself with Krishna, ഭഗവാൻ കൃഷ്ണനായിട്ടുള്ള ആ ഇതില് അസോസിയേഷനില്, ആ രാസലീലയില് ആനന്ദം ആഗ്രഹിച്ചാൽ അതിലെന്താണ് തെറ്റ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുന്നത്? കാരണം ചൈതന്യ മഹാപ്രഭു വെങ്കട്ഭട്ടിനോട് ചോദിച്ച്, നിങ്ങളുടെ ലക്ഷ്മിജി എന്റെ കൃഷ്ണനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് ശരിയാണോന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നത് എന്നാണ് ഇവിടെ വെങ്കട്ഭട്ട് തിരിച്ചു ചോദിക്കുന്നത്. പ്രഭു കഹേ ദോഷനാഹി ഇഹാമി ജാനി രാസാന പൈല ലക്ഷ്മി ശാസ്ത്രേ ഇഹ സൂനി. प्रभु कहे दोषा नहीं इहा मी जानी रसाना पहला लक्ष्मी शास्त्रे इहा सुनी. Lord Chaitanya Mahaprabhu replied, I know that there is no fault on the part of the goddess of fortune
but still she could not enter into the rasa dance. We hear this from the revealed scriptures. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്കറിയാം, അതിൽ യാതൊരു തെറ്റുമില്ല, രണ്ടുപേരും ഒന്നാണ്. ലക്ഷ്മിജിക്ക് അർഹതയുണ്ട് കൃഷ്ണ രാസലീലയിൽ പോയിട്ട് ആസ്വദിക്കാൻ. പക്ഷേ ദേവരെ ലക്ഷ്മിജിക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് നമ്മളുടെ റിവീൽ സ്ക്രിപ്റ്റേഴ്സ് നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ് ഇത് മനസ്സിലാവുന്നു, ഇതേവരെ ലക്ഷ്മിജിക്ക് രാസ ഡാൻസിൽ എൻട്രി കിട്ടിയിട്ടില്ല. എന്താണ് അതിന്റെ കാരണം എന്നാണ്. വി ഹിയർ ദിസ് ഫ്രം ദ റിവീൽ സ്ക്രിപ്റ്റേഴ്സ്. അത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുണ്ട്, അത് പ്രകാരമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇതേവരെ എന്റെ എൻട്രി കിട്ടിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. നായം ശ്രീയോങ്കത് നിതാന്തരത്തെ പ്രസാദാം സ്വർയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാം രാസോത്സവേസ്യ ഭുജ ദണ്ഡഗൃഹീതകണ്ഠാം ലദ്ഭാശിഷാം യദഗാദ് ഗജസുന്ദരീണാം. ന്യായം ശ്രീയോ നിതാന്തരത്തെ പ്രസാദ സ്വർയോസിതം നളിനഗന്ധരുചം കുതോനയാം രസോസ്തവേസ്യ ഭുജദന്തഗൃഹീതകാന്ത ലഭാതിശം യദഗദ്വ്രജസുന്ദരീണാം. When Lord Sri Krishna was dancing with the gopis in the Rasa Leela, the gopis were embraced around the neck by the Lord's arms. Rasa Leela കളിക്കുന്ന സമയത്ത് എല്ലാ ഗോപികമാരെയും ആലിംഗനം ചെയ്തിരുന്നു, എംബ്രേസ് ചെയ്തിരുന്നു. ഭഗവാൻ തൻ്റെ കൈകൊള്ള കൊണ്ട് അങ്ങനെ ആലിംഗനം ചെയ്തിരുന്നു. This transcendental favor was never bestowed upon goddess of fortune or the other consorts in the spiritual world. അപ്പൊ ഈ തലത്തിലുള്ള ആ ഒരു ഫേവർ, ദിവ്യതരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ഒരിക്കലും ലക്ഷ്മിജിക്ക് കിട്ടിയിട്ടില്ല സ്പിരിച്വൽ വേൾഡ് വൈകുണ്ഠത്തിൽ. Nor was such a thing ever imagined by the most beautiful girls in the heavenly planets, girls whose bodily luster and aroma exactly resemble the beauty and fragrance of lotus flowers. അപ്പൊ ലക്ഷ്മിജി മാത്രമല്ല, മറ്റുള്ള ഹെവൻലി പ്ലാനറ്റ്സിലുള്ള സ്ത്രീകൾക്ക് ഒട്ടും കിട്ടാറുണ്ട്. ലക്ഷ്മിജി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ ലക്ഷ്മിജി ഹെവൻ, അതായത് സ്വർഗലോകത്തിലുള്ള അപ്സരസിനെക്കാളും എത്രയോ ഉയർന്ന ലെവലിലാണ്, അവർക്കും കിട്ടിയിട്ടില്ല. ആൻഡ് വാട്ട് ടു സ്പീക്ക് ഓഫ് വേൾഡ് ഹ്യൂമൻ. അപ്പോ നമ്മളുടെ ഭൗതിക ലോകത്തിലുള്ള സ്ത്രീകളെ പറ്റിയിട്ട് എന്ത് പറയാനുള്ളൂ? who may be very, very beautiful according to material estimation. നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള സ്ത്രീകളുടെ സൗന്ദര്യം നമുക്ക് വലിയ ഇതായിട്ട് കാണും. പക്ഷെ അവരെ സ്വർഗലോകത്തിലുള്ള അപ്സരസിനെ നോക്കുമ്പോൾ സൗന്ദര്യം ഒന്നുമില്ല. ലക്ഷ്മിജിയുടെ സൗന്ദര്യം നോക്കുമ്പോൾ സ്വർഗലോകത്തിലെ അപ്സരസുമാരുടെ സൗന്ദര്യം ഒന്നുമില്ല. അതേപോലെ ഗോപികമാരുടെയും രാധാറാണിന്റെയും സൗന്ദര്യം നോക്കുമ്പോൾ ലക്ഷ്മിജിയുടെ സൗന്ദര്യം ഒന്നുമില്ല. അപ്പൊ അത്രയുമാണ്. അങ്ങനെയാണ് അതിന്റെ gradation മുകളിലേക്ക് പോകും തോറും. This is a verse from Srimad Bhagavatam 10.47.60. Lakshmi kene na paila ihara ki karana tapakari kaiche Krishna paila shrudi gana. लक्ष्मी के नाना पहला इहार की करना तबाकारी कैचा कृष्ण पहला श्रुति गणा. But can you tell me why the goddess of fortune Lakshmi could not enter Radharani? ഇതാണ് ചോദ്യം. ചൈതന്യ മഹാപ്രഭു വെങ്കട് ഭട്ടനോട് ചോദിക്കും, എന്തുകൊണ്ട് ലക്ഷ്മിജിക്ക് രാസലീലയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയില്ല? The authorities of Vedic knowledge could enter the dance and associate with Krishna. Okay, the authorities of Vedic knowledge could enter the dance and associate with Krishna. ആരാണ് അതോറിറ്റീസ് ഓഫ് വേദിക് നോളജ്? ശ്രുതി പേഴ്സണിഫൈഡ്. അവർക്ക് പറ്റും. കാരണം വെച്ചാൽ അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അവരുടെ ആരാണ് ഈ ശ്രുതി പേഴ്സണിഫിക്കേഷൻ? ആരാണ്? ദ അതോറിറ്റീസ് ഓഫ് വേദിക് നോളജ് കുഡ് എൻ്റർ. അവർക്ക് എൻട്രി കിട്ടി, ലക്ഷ്മിജി കിട്ടിയില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ബട്ട് ക്യാൻ യു ടെൽ മി, എന്തുകൊണ്ട് ലക്ഷ്മിജിക്ക് രാസലീലയിൽ എൻട്രി കിട്ടിയില്ല? അതേസമയം തന്നെ ദ ശ്രുതി പേഴ്സണിഫൈഡ്, വേദ പേഴ്സണിഫൈഡ്, അവർക്ക് രാസലീലയിൽ എൻട്രി കിട്ടി. ആരാണ്?
authorities of Vedic knowledge. നാരദ മുനിയും ശിവഭഗവാനാണോ പ്രഭു? അതല്ല. ഗോപീസ് ആണോ? അവര് ഗോപികമാരായിട്ട് വന്നു. രാമലീലയില് ഋഷിവര്യന്മാര് സേജസ് ആഗ്രഹിച്ചില്ലോ രാമനുമായിട്ടുള്ള ആ അസോസിയേഷൻ വേണം. അപ്പൊ രാമൻ പറഞ്ഞു ഈ അവതാരത്തിൽ നടക്കില്ല. ദ്വാപരയുഗത്തില് ഞാൻ കൃഷ്ണനായിട്ട് വരുന്ന സമയത്ത് നിങ്ങളെല്ലാം ഗോപികമാരായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, രാസലീലയിൽ പങ്കെടുക്കാം. അതാണ് ദ അതോറിറ്റീസ് ഓഫ് വേദിക് നോളജ് കൂടെ എന്റെ ഡാൻസ്. പക്ഷെ അത് സമയത്ത് ലക്ഷ്മിജി കിട്ടിയില്ല. അതെന്താ ലക്ഷ്മി ദേവി ആഗ്രഹിച്ചില്ലേ? അപ്പൊ ലക്ഷ്മി ദേവി എപ്പോഴും വൈകുണ്ഠത്തിന് നാരായണനുമായിട്ടിരിക്കല്ലേ, നാരായണനെ സേവിച്ചിട്ട്. പക്ഷെ ഇവിടെ വൃന്ദാവനത്തിന്റെ കൃഷ്ണലീല പറയും, അടുത്ത ശ്ലോകങ്ങളിൽ പറയും. വൃന്ദാവനത്തിലെ കൃഷ്ണലീല നടക്കുന്ന സമയത്ത് ആഗ്രഹിച്ചു, അതിനുവേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എൻട്രി കിട്ടിയിട്ടില്ല. നാരദ മഹർഷി ആഗ്രഹിച്ചു അല്ലേ, ശിവഭഗവാനും ആഗ്രഹിച്ചു, അവർക്ക് എൻട്രി കിട്ടി. അപ്പൊ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? ഐശ്വര്യഭാവത്തിൽ അവിടെ ചെയ്യാൻ പറ്റില്ല. ആ മൂടുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ രാസലീലയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ? ഗോപി ഭാവം, ഗോപി വേഷം. ലക്ഷ്മിജി ആയിട്ട് പോകാനാണ് അവിടെ ആഗ്രഹിക്കുന്നത്. അത് നടക്കില്ല, അവിടെ എൻട്രി കിട്ടില്ല. അതാണ് ഇവിടെ ചർച്ച, ഡിസ്കഷൻ പോയിന്റും അതാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു വീണ്ടും വീണ്ടും അങ്ങനെ കുത്തി ചോദിക്കുന്നത് ഭയങ്കരഭട്ടനോട്. നിഭൃതമരുൺമനോക്ഷ ദൃഢയോഗ യുജോ ഹൃദിയൻ മുനയാ ഉപാസതേ തദരയോപി യയോ സ്മരണാത് സ്ത്രീയ ഉരഗേന്ദ്ര ഭോഗഭൂജ ദണ്ഡ വിഷഖദിയോ വയം അപിതേ സമസമദൃശോ നിഗ്രിസരോജസുധ. ഭാഗവതത്തിലെ ശ്ലോകമാണ്. നിമൃതമരുന്മനോക്ഷദൃഢയോഗയജോ ഹൃദീയൻ മുനയ ഉപാസതേ തരയോ സ്മരണാൻ ശ്രിയ ഉരകേന്ദ്രഭോഗഭുജദണ്ഡ വിഷക്തീയോ വയമഭിത്തേ സമാസമദൃശോംഗ്രിസരോജസുധ. ഹരേ കൃഷ്ണ. Great sages conquer the mind and senses by practicing the mystic yoga system and controlling the health. Thus, engaging in mystic yoga, they see the super soul within their hearts and ultimately enter into the universal Brahman. But even the enemies of the Supreme Personality of God retains the position simply by thinking of the Supreme Lord. Okay. However, the damsels of Braja, the gopis, being attracted by the beauty of Krishna, simply wanted to embrace him in his arms, which are like serpents. Thus, the gopis ultimately tasted the nectar of the lotus feet of the Lord. Similarly, we Upanishads can also taste the nectar of his lotus feet by following in the footsteps of Govind. Shrudichari gopis. Shrudichari gopis എന്ന് പറയും. Vedas personified. ഉപനിഷത്ത് ഒരു ഗ്രന്ഥം മാത്രമല്ല, ഇസ് എ പേഴ്സൺ. അതുകൊണ്ടാണ് ശ്രുതിചാരി ഗോപീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇതിലെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈവൻ ഉപനിഷത്ത് വാണ്ടഡ് ടു എൻജോയ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതോറിറ്റീസ് ഓഫ് വേദാസ്, ദ അതോറിറ്റീസ് ഓഫ് വേദിക് നോളേജ്. ആരാണ് കാണിച്ചത്? ശ്രുതിചാരി ഗോപീസ്. ഉപനിഷത്ത്, വേദങ്ങള്, ദർ ആൾ പേഴ്സണാലിറ്റീസ്. നമ്മൾ ആരോഗ്യ ഗ്രന്ഥമായിട്ട് കാണും. അപ്പൊ ഭാഗവതം ആൻഡ് ഭഗവാൻ, പേഴ്സൺ ഭാഗവതം ആൻഡ് ബുക്ക് ഭാഗവതം, both are Bhagavad, both are persons. One in the book form, the other in the person form. അതേപോലെ ശ്രുതിചാരി ഗോപീസ് എന്ന് പറഞ്ഞാൽ they are Upanishads and Vedas. They are also personalities.
സോ ദേ വാണ്ടഡ് ടു ഹാവ് ദ ക്ലോസ് അസോസിയേഷൻ. ഭഗവാനായിട്ടുള്ള ആ ഒരു വളരെ പേഴ്സൺ ആയിട്ടുള്ള അസോസിയേഷൻ ആഗ്രഹിച്ചു. അപ്പൊ അവർക്കും കൂടി എൻട്രി കിട്ടി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഗ്രേറ്റ് സേജസ് കോൺകർ ദ മൈൻഡ് ആൻഡ് സെൻസസ് ബൈ പ്രാക്ടീസിങ് ദ മിസ്റ്റിക് യോഗ സിസ്റ്റം ആൻഡ് കൺട്രോളിങ് ദ ബ്രെത്ത്. അപ്പൊ വലിയ വലിയ ഋഷിവര്യന്മാരെ എന്താണ് ചെയ്യുന്നത്, അവരെ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ഭഗവാനായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം കോൺകർ ചെയ്തിട്ട് യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഭഗവാന്റെ സേവനത്തിലേക്ക് ആഗ്രഹിക്കുന്നു. Thus engaging in mystic yoga, they see the super soul within their hearts and ultimately enter into the impersonal. അപ്പൊ അങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ആ യോഗവര്യന്മാര് അവര് പരമാത്മാവിനെ തൻ്റെ ഇതിൽ കണ്ടിട്ട് അവരെ എവിടേക്കാണ് അവരുടെ ലക്ഷ്യം? ഇംപേഴ്സണൽ ബ്രഹ്മൻ. കാരണം ഭഗവാന്റെ ആ ഒരു റിയലൈസേഷൻ അല്ല, ഈ പരമാത്മാ രൂപത്തിൽ കണ്ടാലും അവരുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ബ്രഹ്മജ്യോതിയിലേക്ക്. സേവനമല്ല അവിടെ ആഗ്രഹിക്കുന്നത്. സേവനം ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നു. ബട്ട് ഈവൻ ദ എനിമീസ് ഓഫ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അറ്റൈൻ ദാറ്റ് പൊസിഷൻ സിംപ്ലി ബൈ തിങ്കിങ് ഓഫ് സുപ്രീം ലോർഡ്. ഇപ്പോൾ കംസനായിക്കോട്ടെ, രാവണനായിക്കോട്ടെ, ശിശുപാലനായിക്കോട്ടെ, ഹിരണ്യകശിപു, ആരായിക്കോട്ടെ, ഈവൻ അവർക്കും ആ മോക്ഷം കിട്ടുന്നുണ്ട് അല്ലെ? ശിശുപാലനെ ചക്രം ഛേദിച്ച ശേഷം നമുക്ക് ഈവൻ സീരിയൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു ജ്യോതിയായിട്ട് കൃഷ്ണൻ വന്നിട്ട് ലയിക്കുന്നത്. ഈവൻ അവർക്കും ആ ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഫേവറബിൾ ആയിട്ട് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി സ്മരണം ചെയ്താലും ശരി, അൺഫേവറബിൾ ആയിട്ട് സ്മരണം ചെയ്താലും ശരി, ഭഗവത് പ്രാപ്തി കിട്ടും. ആ ഭാഗ്യം അവർക്കും കിട്ടും, എനിമീസിനും കിട്ടും. എനിമീസ് അൺഫേവറബിൾ ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഭഗവാന്റെ ഫേവറബിൾ ആയി ചിന്തിക്കുന്ന ഡിവോട്ടീസിനും കിട്ടും. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. But even the enemies of the Supreme Personality of God attain that position simply by thinking of the Supreme. Constantly, 24 മണിക്കൂറും ഭക്തന്മാരും അതേപോലെ രാവണൻ, കംസൻ, ശിശുപാലൻ എങ്ങനെയുള്ള എനിമീസും ഭഗവാന്റെ ശത്രുക്കളാണ്, എപ്പോഴും സ്മരിച്ചുകൊണ്ട് 24, പക്ഷെ അൺഫേവറബിൾ ആയിട്ടാണ്. അവർക്കും അതേപോലെ ഈ ഭാഗ്യം കിട്ടുന്നുണ്ട്. However, the damsels of Braja, the gopis, being attracted by the beauty of Krishna, simply wanted to embrace him and his arms, which are like serpents. Thus the gopis ultimately tasted the nectar of the lotus feet of the Lord. Similarly, we Upanishads can also taste the nectar of his lotus feet by following in the footsteps of the gopis. അപ്പോൾ അതേപോലെ തന്നെ വൃന്ദാവനത്തിലെ ഗോപികമാരെ ഭഗവാന്റെ ആ സൗന്ദര്യത്തിന്റെ ആകർഷണത്താൽ ഭഗവാനെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. arms which are like serpents, അതായത് നാഗങ്ങളെ പോലെ. Thus the gopis ultimately tasted. അങ്ങനെ ഗോപികമാര് ആ ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചു. Tasted the nectar of the lotus feet of the Lord. പാതാരവിന്ദത്തിലെ ആ നെക്ടർ, അമൃതത്തിനെ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ വി ഉപനിഷത്ത്. അപ്പൊ ആരാ പറയുന്നത്? ഉപനിഷത്താണ് പറയുന്നത്. The personality of Upanishad, personified Vedas, can also taste. ഞങ്ങൾക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഭഗവാന്റെ ആ അമൃത of the lotus feet by following in the footsteps of the gopis. ഗോപികമാരുടെ പാദത്തിലൂടെ പിന്തുടർന്ന് ഞങ്ങൾക്കും അത് ആസ്വദിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളത് ശ്രീമദ് ഭാഗവതം 10.87.23. ശ്രുതിപായ ലക്ഷ്മി നാപായ ഇതേക്ക് കാരണ ഭട്ടക ഹേ ഇഹ പ്രാവേശിതേ നാരേ മോരാമാന. ശ്രുതിപായ ലക്ഷ്മിപായ, ശ്രുതികൾക്ക് കിട്ടി, ലക്ഷ്മി നാ പായ, ലക്ഷ്മിക്ക് ഇത് കിട്ടിയില്ല. ഇതിന്റെ കാരണം ചോദിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഓരോ ചോദ്യം ചോദിച്ചിട്ട് വെങ്കടഭട്ടനും മാക്സിമം എടുക്കാൻ നോക്കാണ്. അപ്പൊ ഗോപികമാര് പലതരത്തിലുള്ള ഗോപികമാരുണ്ട്. അപ്പൊ ഒന്ന് ഇത് ശ്രുതി പേഴ്സണിഫൈഡ് ഉണ്ട്, പിന്നെ സേജസ് ഓഫ് രാമലീല ഉണ്ടായിട്ടുള്ള ആ സേജസിന്റെ അവർ ഗോപികമായിട്ട് വരുന്നുണ്ട്,
പിന്നെ എറ്റേണൽ അസോസിയേറ്റ്സ് ആയിട്ടുള്ള ഗോപികമാരുണ്ട്. ഗോപികമാരിന് കോടിക്കണക്കിലുള്ള ഗോപികമാരാണ് അല്ലെ, കോടിക്കണക്കിനുള്ള. നമ്മൾക്ക് അത് ചിന്തിക്കാനും കൂടി പറ്റില്ല. അതിലും ഉപരിയായിട്ടാണ്, അതിലും അപ്പുറത്താണ്. കോടിക്കണക്കിലുള്ള എല്ലാ ഗോപികമാരും വിചാരിക്കുന്ന കൃഷ്ണൻ എന്റെ കൂടെ മാത്രമേ ഡാൻസ് ചെയ്യുന്നു. എല്ലാവരും വിചാരിക്കുന്നത് എന്റെ കൂടെയാണ്. ഭഗവാൻ എല്ലാവരെയും പ്രീതിപ്പെടുത്തും രാസലീല. അപ്പൊ ഈ രാസലീലൊക്കെ എത്രയോ കാലങ്ങൾ, ഇപ്പൊ ഒരു നൈറ്റാണ് ഉണ്ട് പറഞ്ഞ അവർക്കൊക്കെ എത്രയോ യുഗങ്ങൾ കടന്നു പോയാലായിരിക്കും. അത്രയും കാലം ഉണ്ടായിരുന്നു. ഓക്കെ, അവര് അത്രയും യുഗം കടന്നു പോയിട്ടുണ്ടായിരിക്കും. അത് ഭഗവാനെ എല്ലാം ചെയ്യാം. അതിനെ കോൺട്രാക്ട് ചെയ്യാനും പറ്റും, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഭഗവാന്റെ ലീലകളുടെ സമയത്തിനെ ചുരുക്കാനും പറ്റും, സമയത്തിനെ കൂട്ടാനും പറ്റും, സ്ഥലത്തിനെ കുറയ്ക്കാനും പറ്റും, സ്ഥലത്തിനെ കൂട്ടാനും പറ്റും. ഇതെല്ലാം ഇതാണ്. അപ്പൊ ഓരോ ലീലയ്ക്കും ആസ്വാദനം കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പലതും എല്ലാം അറേഞ്ച് ചെയ്യുന്നത്, എസ്പെഷ്യലി മാധുര്യ ലീലയിലത്തെ എല്ലാതും അറേഞ്ച് ചെയ്യുന്നത് തുളസി മഹാറാണിയാണ്. മാധുര്യ ലീല അല്ലാത്ത കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് യോഗമായ പൗർണമാസി. ധാമിന്റെ ആ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? സേവക് ഭഗവാൻ. ആരാണ് സേവക് ഭഗവാൻ? ബലറാം. ബലറാം, ഡോട്ട് ബലറാം. ധാമിൽ എന്തെല്ലാം എക്സ്പാൻഡ് ചെയ്യണോ, കോൺട്രാക്ട് ചെയ്യണോ, ഏത് എല്ലാത്തിലും. അപ്പൊ അതെല്ലാം ഭഗവാനെ സേവിക്കാൻ വേണ്ടി. അത് ലക്ഷ്മി, അതായത് തുളസി മഹാറാണിയും ശരി, പൗർണമാസിയും ശരി, ബലരാമാനും ശരി, എല്ലാവരും സേവിക്കുകയാണ് ഭഗവാനെ. മാധുര്യരസത്തിലെ, സഖ്യരസത്തിലെ, വാത്സല്യരസത്തിലെ പല രസത്തിലും ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആദാൻ പ്രധാനം, റെസിപ്രോക്കൽ ഡീലിങ്ങില് അവർക്ക് എല്ലാവർക്കും ആസ്വാദനം, ആനന്ദാമൃതി വർധനം, ഇത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കലും ഇത് കുറയുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വൃന്ദാവനത്തിലെ ആ ആസ്വാദനം വേറെ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞു കാണിച്ചാൽ, ഈവൻ ഗോവർദ്ധൻ ലീലയില് ഭഗവാൻ എല്ലാവരായിട്ടും എല്ലാ തരത്തിലുള്ള ബന്ധത്തിലും, വാത്സല്യരസം, സഖ്യരസം, മാധുര്യരസം, ദാസ്യരസം, ശാന്തരസം, എല്ലാവരായിട്ടും ഒരേ സമയത്ത് 7 ദിവസം 7 രാത്രി ഭഗവാൻ ആദാൻ പ്രദാനം ചെയ്തു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ഇതുണ്ട് ഗോവർദ്ധൻ നമ്മുടെ ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ അത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും എല്ലാവർക്കും അതിൽ സന്തോഷമായത്. ബ്രഹ്മമോഹനില് വളരെ കുറച്ച് സമയമാണ്, അതായത് ബ്രഹ്മാവിന്റെ 1 മിനിറ്റാണ് അകറ്റി ചെയ്തത്. പക്ഷെ ഭഗവാന് ബ്രഹ്മാവിനോട് അത്ര പെട്ടെന്ന് മാപ്പ് കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ പെട്ടെന്ന് മാപ്പ് കൊടുത്തു. സുരഭി കൊണ്ടുവന്ന് സ്തുതി ചെയ്തപ്പോൾ ബ്രഹ്മാവിനെ കാണിച്ചാൽ അവിടെ ബ്രഹ്മാവ് തന്റെ ഭക്തന്മാരെ അകറ്റാണ് ചെയ്തത്. ഇവിടെ ഇന്ദ്രൻ ഈ ലീലയുടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. അതാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि।